ഇന്ന് രാവിലെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ 10 മണി ചെടിയിൽ പൂ വിരിഞ്ഞിട്ടുള്ളത് കണ്ടത്. അപ്പോൾ 10 മണി ചെടിയിൽ 10 മണിക്കാണ് പൂ വിരിയുക എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര ഇതിന് 10 മണി ചെടിയെന്ന് പേര് വന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നട്ടിട്ടുള്ള 10 മണി ചെടിയിലും പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ 2-3 പൂ വിരിഞ്ഞിട്ടുണ്ട്. ഒരു കുറച്ച് ചെടിയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇല്ല. ഈ ഒരു കളറ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഉള്ള കളറ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ 10 മണി ചെടി മാത്രമല്ല, ഈ ഒരു ടൈപ്പ് ചെടിയും കൂടി ഈ ഭാഗത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 കളറാണുള്ളത്. ഇതേപോലത്തെ ഒരു ഡാർക്ക് മജന്ത കളറും ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളറുമാണ് ഉള്ളത്. ഉള്ള ചെടിയിൽ നല്ല രീതിയിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ചെടി അങ്ങ് വലുതായിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ 2-3 ചെടിയൊക്കെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി തന്നെ ഞാൻ ഹാങ്ങിങ് ബോർഡ്സിലും വെച്ചിട്ടുണ്ട്. അതിലും ഈ ഡാർക്ക് മജന്തയും ലൈറ്റ് പിങ്കുമാണ് ഉള്ളത്. ലൈറ്റ് പിങ്ക് പൂണ്ടാകുന്ന ചില ചെടികളൊക്കെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഡാർക്ക് മജന്ത നാശമായി പോയാലും ലൈറ്റ് പിങ്ക് നാശമാവില്ല എന്നായിരുന്നു കേട്ടോ. പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് മജന്ത കളർ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റേ കളറാണെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണില്ലേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വരണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പിന്നീടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ബൊഗെയിൻവില്ല, അതുപോലെ തന്നെ തെച്ചി, പിന്നെ 2 മുല്ലച്ചെടി, അതൊക്കെയാണ് കേട്ടോ ഉള്ളത്. പക്ഷേ അതിലൊന്നും നിർഭാഗ്യവശാൽ പൂവില്ല കേട്ടോ. ബോഗൻവില്ലയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒക്കെ പോയിട്ടോ. തെച്ചിയിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ പൂവാണ്. അതേപോലെ തന്നെ മുല്ലച്ചെടിയിലും പിന്നെ അതിൽ പൂവുണ്ടായിട്ടില്ല. ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷേ പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ പൂവുണ്ടായി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ 2 മുളക് ചെടിയിലാണ്. ഈ മുളക് ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പൂ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, കായും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല ഒരു കാര്യങ്ങളും നടക്കുന്നത്. ചെടിയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നടക്കുന്നത്.